മാസങ്ങൾക്കപ്പുറം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ഹരിയാനയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിച്ച നിർണായകമായ സംഗതി സാമുദായിക ഘടകങ്ങളാണ്. അത് ഇപ്പോഴും പ്രസക്തമാണ്. ഹരിയാനയിലെ പ്രബല വിഭാഗമാണ് ജാട്ടുകൾ. ജാട്ട് വിഭാഗങ്ങൾ പ്രകടിപ്പിച്ച അതൃപ്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയായ പ്രധാന ഘടകങ്ങളിലൊന്ന്. ഒക്ടോബർ 1 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജാട്ടുകളുടെ പിന്തുണ ഉറപ്പാക്കാൻ BJP പരിശ്രമിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ജാട്ട് ഇതര സമുദായങ്ങളെ ഒപ്പം നിർത്തുക എന്ന തന്ത്രം തന്നെയാകും BJP നിയമസഭാ തെരഞ്ഞെടുപ്പിലും പയറ്റുക എന്നാണ് വിലയിരുത്തൽ. ജാട്ട് വേഴ്സ് ജാട്ട് ഇതര സമുദായങ്ങൾ എന്ന സമവാക്യം തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കാനാണ് BJPയുടെ നീക്കം. ജാട്ടുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നിർണായകമാണ്. വ്യക്തമായി പരിശോധിക്കാം. ഹരിയാനയിലെ ഏറ്റവും പ്രബലരായ സാമുദായിക വിഭാഗമാണ് ജാട്ടുകൾ. ഹരിയാനയിലെ ആകെ ജനസംഖ്യ ഏകദേശം 3.9 കോടിയാണ്. അതിൽ 27% ജാട്ടുകളാണ്. ജാട്ട് വിഭാഗത്തിന് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഏതാണ്ട് 37ഓളം സീറ്റുകൾ ഹരിയാനയിലുണ്ട്. ഏതാണ്ട് 20% ഏറെയാണ് ഇവിടുത്തെ ജാട്ടിന്റെ ജനസംഖ്യ. ജാട്ട് ജനസംഖ്യ 10% വരുന്ന 50-നടുത്ത സീറ്റുകളിലും ജാട്ട് വോട്ടുകൾ നിർണായകമാണ്. ഇവർക്ക് ഗണ്യമായ സ്വാധീനമുള്ള ഹിസാർ, റോഹ്തക് ഡിവിഷനുകളിൽ ജാട്ട് നിലപാട് തന്നെയാകും ഇത്തവണയും വിധി നിർണയിക്കുക. ഈ 2 ഡിവിഷനുകളിലുമായും 30 സീറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ നിന്ന് പകുതിയിൽ താഴെ സീറ്റുകൾ മാത്രമായിരുന്നു BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. സംസ്ഥാന രാഷ്ട്രീയം പരിശോധിച്ചാൽ ജാട്ടുകൾ പ്രബലരായിരുന്നു. ഹരിയാന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയവരുടെ എല്ലാം ജാതി പ്രാതിനിധ്യം പരിശോധിച്ചാൽ 60% കാലയളവിലും മുഖ്യമന്ത്രിമാരായിരുന്നത് ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോഴാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാട്ടുകളുടെ നിലപാട് നിർണായകമാണെന്ന വിലയിരുത്തലുകളിലേക്ക് എത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഖട്ടറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റാൻ തീരുമാനിച്ചപ്പോഴും പകരം ജാട്ട് വിഭാഗത്തെ പരിഗണിച്ചിരുന്നില്ല. OBC വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള നയാബ് സിംഗ് സൈനിയെയാണ് BJP മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ പരിഗണിച്ചപ്പോഴും BJP ജാട്ട് വിഭാഗത്തെ തഴഞ്ഞിരുന്നു. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള മോഹൻലാൽ ബദോളിയെയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. രാജസ്ഥാനിലും സമാനമായ നിലയിൽ പാർട്ടി ഭരണ നേതൃത്വത്തിൽ ജാട്ട് വിഭാഗം പരിഗണിക്കപ്പെട്ടിരുന്നില്ല. നിരന്തരമായി കർഷക സമരങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. കർഷക സമരങ്ങളുടെ ഭാഗമായി ജാട്ട് വിഭാഗത്തിന് ഭരണകൂടത്തോട് അതൃപ്തിയുണ്ട്. ഗുസ്തി താരങ്ങളുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടും ജാട്ട് വിഭാഗത്തിന്റെ ഭരണകൂട വിരുദ്ധതയ്ക്ക് കാരണമായിരുന്നു. സാധാരണ സൈനികരുടെ സ്ഥിര നിയമനത്തെ ബാധിക്കുന്ന അഗ്നിപത് പദ്ധതിയോടും ജാട്ടുകൾക്ക് വിയോജിപ്പുണ്ട്. ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള യുവാക്കളുടെ പ്രധാനപ്പെട്ട തൊഴിൽ സാധ്യതയാണ് സൈനിക റിക്രൂട്ട്മെന്റ്. അഗ്നിപത് പദ്ധതി ഈ അവസരം ഇല്ലാതാക്കിയെന്ന പൊതുവികാരം ജാട്ട് വിഭാഗത്തിനിടയിൽ ശക്തമാണ്. ജാട്ട് വിഭാഗം കോൺഗ്രസിന് അനുകൂലമാണെന്ന പ്രതീതി ഇതിനകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരേ സമയം കോൺഗ്രസിന് ബാധ്യതയും സാധ്യതയുമാണ് ഈ വിവരണം. അതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. 36 ബിരാദ്രി എന്ന് കോൺഗ്രസ് നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഹരിയാനയിലെ എല്ലാ ജാതികളും സമുദായങ്ങളും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രാദേശിക പദമാണ് 36 ബിരാദ്രി എന്നുള്ളത്. BJP നീക്കത്തിന് ബദലായി സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ 50% ഏറെ വരുന്ന ജാട്ട്, മുസ്ലിം, പട്ടികജാതി വിഭാഗങ്ങളെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതേസമയം INLD BSP സഖ്യം കോൺഗ്രസിന്റെ പട്ടികജാതി വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമുദായിക വിഭാഗങ്ങളുടെ പ്രതികരണവും ഇരു വിഭാഗവും സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ടാകാം. ഈ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 64% ജാട്ടുകൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ പിന്തുണച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2019 അപേക്ഷിച്ച് 31% വർധനവ്. 2024 27% ജാട്ടുകൾ BJPയെ പിന്തുണച്ചിരുന്നു. 2019 ഈ വിഭാഗത്തിൽ നിന്നുള്ള 50% പേർ BJPയെ പിന്തുണച്ചിരുന്നു. പട്ടികജാതി വിഭാഗങ്ങളിൽ 68% പേരും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ പിന്തുണച്ചിരുന്നു. 24%മാണ് BJPയെ പിന്തുണച്ചത്.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റമാണ് കോൺഗ്രസിന് കരുത്താകുന്നത്. BJPക്കൊപ്പം 5 സീറ്റ് നേടി ശക്തി തെളിയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റമാണ്. 2019 ഹരിയാനയിലെ ആകെയുള്ള 10 ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് അടിയറവ് പറഞ്ഞിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 44% വോട്ടുകൾ നേടിയായിരുന്നു കോൺഗ്രസ് കരുത്ത് കാണിച്ചത്. ഭരണത്തിലുള്ള BJPക്ക് 46% വോട്ടുകളാണ് ലഭിച്ചത്. കോൺഗ്രസിന് കരുത്തായത് ജാട്ട് വിഭാഗത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച 5-ൽ 4 സീറ്റുകളും ജാട്ട് സ്വാധീന മേഖലകളിൽ നിന്നുള്ളവയായിരുന്നു. കോൺഗ്രസ് വിജയിച്ച ഹിസാർ, സിർസ, സോനിപത്ത്, റോഹ്തക് സീറ്റുകൾ ജാട്ടുകൾക്ക് ആധിപത്യമോ ഗണ്യമായ സ്വാധീനമോ ഉള്ള മേഖലകളാണ്. എന്നാൽ പൂർണ്ണമായി ജാട്ട് വിഭാഗത്തിന്റെ പാർട്ടി എന്ന പ്രതീതി തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. നിലവിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, ദീപക് ബാബറിയ കൂട്ടുകെട്ടിനെതിരെ കുമാരി ഷെൽജ, രൺദീപ് സിംഗ് സുർജേവാല കൂട്ടുകെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാകുക ഈ നിലയിൽ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരിക്കുന്ന വിഭാഗീയ നീക്കങ്ങളാകും. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിന് തലവേദനയാകുന്നുണ്ട്. നിലവിലെ പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, മുതിർന്ന നേതാവ് ദീപക് ബാബറിയ, മുൻ കേന്ദ്രമന്ത്രി കുമാരി ഷെൽജ, രൺദീപ് സിംഗ് സുർജേവാല എന്നീ പ്രധാന നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകളാണ് കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മേലെ കരിനിഴൽ വീഴ്ത്തുന്നത്. നേരത്തെ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഭൂപേന്ദ്ര സിംഗ് ഹൂഡയ്ക്കും ദീപക് ബാബറിയയ്ക്കുമെതിരെ കുമാരി ഷെൽജ ഉന്നയിച്ചിരുന്നു. പാർട്ടി ഭരണത്തിലായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നയിക്കുന്നതാണ് രീതിയെന്നും, എന്നാൽ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്ന രീതി അല്ലെന്നുമായിരുന്നു നേരത്തെ കുമാരി ഷെൽജയുടെ പരസ്യമായിട്ടുള്ള പ്രതികരണം. ഹൂഡയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ലെന്ന പരസ്യ പ്രഖ്യാപനമെന്ന നിലയിലാണ് ഇത് വായിക്കപ്പെട്ടത്. ഈ നിലയിൽ നിരവധി വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചായിരിക്കും കോൺഗ്രസും BJPയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഹരിയാനയിൽ നേരിടുക.